നമ്മുടെ സമൂഹം ചിന്തിക്കുന്നൊരു വഴിയുണ്ട്. രണ്ടുപേർ പിരിയുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. വെറും ചോദ്യങ്ങളല്ല, നിങ്ങൾ എന്തുകൊണ്ട് പിരിയുന്നു, എന്തിന് പിരിയുന്നു, ഇത് പലരെയും ബോധ്യപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ നുണ പറയേണ്ടി വരും, ചിലപ്പോൾ ശരികൾ മാത്രം പറയേണ്ടി വരും. അതിന് ചിലപ്പോൾ കയ്പുനീരിൻ്റെ രസമായിരിക്കും ഉണ്ടാവുക. എന്തു ചെയ്യും? ആരെ ബോധ്യപ്പെടുത്തും? എന്തിനാണ് ഈ ബോധ്യപ്പെടുത്തൽ? പക്ഷെ സമൂഹം അങ്ങനെയാണ്. സമൂഹം അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ആ ഫറാസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈരടി പ്രയോഗിക്കുന്നു. കിസ് കിസ്കോ ബതായേംഗെ ജുദായി കാ സബബ് ഹം, തൂ മുझसे खफा है तो जमाने के लिए आ. किस किस को बताए जुदाई का सबब हम, കിസ് കിസ്കോ ബതായേംഗെ ജുദായി കാ സബബ് ഹം. നമ്മളിനി ആരോടൊക്കെ ബോധിപ്പിക്കേണ്ടി വരും നമ്മളുടെ വേർപാടിൻ്റെ കാരണം? का सबब हम, किस किस को किस किस को किस किस को बताए जुदाई का सबब हम, किस किस को बताएंगे जुदाई का सबब तो मुझे तो मुझे से खफा है तो ज़माने के लिए നമുക്കങ്ങനെ വേർപിരിഞ്ഞ് അങ്ങ് പോയാൽ പോരാ. ആ പോകുന്ന പോക്കിൽ കാണുന്ന ആളുകളോട് മുഴുവൻ എന്തിന് പിരിയുന്നു എന്ന് നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. അതിനാവൂല. അതിന് ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കുന്ന സത്യങ്ങൾ, ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില നുണകൾ ഞാൻ പറയേണ്ടി വരും. അത് പ്രയാസകരമല്ലേ? അത് നിനക്കും എനിക്കും ഒരുപോലെ പ്രയാസകരമല്ലേ? അതവിടെ നിൽക്കട്ടെ. പിരിച്ചിൽ നമുക്ക് പിരിയാം, പക്ഷെ ഇടക്ക് വന്നു പോയിക്കൊണ്ടിരിക്കൂ. തൂ മുझसे खफा है, നീ എന്നോട് ദേഷ്യത്തിലാണ്, എന്നോട് വളരെ കോപത്തിലാണ്. ശരിയാണ്. തോ ജമാനെ കെലിയ, എനിക്ക് വേണ്ടി നീ വരണ്ട. ഈ ലോകരെ ബോധ്യപ്പെടുത്താൻ, ഈ മാലോകരെ ബോധ്യപ്പെടുത്താൻ. പ്രിയപ്പെട്ടവളെ, നീ എൻ്റെ അരികിലേക്കൊന്ന് വന്നിരിക്കുക. എൻ്റെ അടുക്കേക്ക് ഇടക്കെങ്കിലും ഒരു സാമൂഹിക അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു പുരുഷ മനസ്സിൻ്റെ, ഒരു കാമുക മനസ്സിൻ്റെ വ്യഥയാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് ഫറാസ് ഈ ഈരടിയിൽ വരച്ചിടുന്നു. നമുക്കങ്ങനെ വെറുതെ പിരിഞ്ഞു പോകാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരു വേർപിരിച്ചിലും അങ്ങനെ വെറുതെ പിരിഞ്ഞു പോകാൻ കഴിയില്ല. ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ കാരണങ്ങൾ വേണ്ടിവരും. ആ കാരണം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. നിനക്കെന്നോട് ദേഷ്യമാണ് എന്നുള്ളത് ശരി, പക്ഷെ ഈ കാരണങ്ങൾ ഞാൻ ആരോടൊക്കെ ബോധിപ്പിക്കണം, നമ്മൾ ആരോടൊക്കെ ബോധിപ്പിക്കണം. അപ്പോൾ അത് ഭയന്നുകൊണ്ട് ഈ ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ രണ്ടും ഇപ്പോഴും ഒരുമിച്ചാണെന്ന് അവർ വെറുതെ കരുതിക്കോട്ടെ. അതിനു വേണ്ടിയാണെങ്കിലും പ്രിയപ്പെട്ടവളെ, നീ ഒന്ന് വാ എന്നാണ് ഈ ഗസലിൽ, ഈ ഈരടിയിൽ അഹമ്മദ് ഫറാസ് സൂചിപ്പിക്കുന്നത്.